ആറുവരിപ്പാതയിലെ അപകടങ്ങൾ ട്രാഫിക് നിയമലംഘനം മൂലമെന്ന് മോട്ടോർ വാഹന വകുപ്പ്. വടകരയിൽ 4 പേർ മരിക്കാനിടയായതും ഗതാഗത നിയമങ്ങൾ പാലിക്കാത്തത് മൂലമാണ്. ലെയിൻ ട്രാഫിക് സംവിധാനം ഡ്രൈവർമാർ പിന്തുടരാത്തത് ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇത് പരിഹരിക്കുന്നതിന് ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണവും തുടർന്ന് നിയമങ്ങൾ കർശനമാക്കണമെന്നും മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ ആറുവരിപ്പാതയിൽ പരിശോധനകൾ നടത്തുന്നതിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നും കോഴിക്കോട് എൻഫോഴ്സ്മെന്റ് RTO സന്തോഷ് പറഞ്ഞു. ഒരു കാലത്ത് റോഡ് അപകടങ്ങളിൽ നമ്മൾ ന്യായീകരണം കണ്ടെത്തിയിരുന്നത് റോഡുകളുടെ സാങ്കേതികമായുള്ള ബുദ്ധിമുട്ടുകളും അതോടൊപ്പം തന്നെ വീതിയില്ലായ്മയും ഒക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു. പക്ഷേ ഇന്ന് കാലം മാറി, കഥ മാറി. ആറുവരിപ്പാതയുടെ പൂർത്തീകരണം ഏതാണ്ട് അടുത്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോഴും റോഡ് അപകടങ്ങൾ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പോഴും പലർക്കും അറിയില്ല ലെയിൻ ട്രാഫിക് എങ്ങനെ പാലിക്കണമെന്നുള്ളത്. 1-ാം നമ്പർ ട്രാക്കിൽ എങ്ങനെ വാഹനം ഓടിക്കണം, 2-ാം നമ്പർ ട്രാക്ക് ആർക്ക്, 3-ാം നമ്പർ ട്രാക്ക് എന്തിനു വേണ്ടി? RTO തന്നെ പറയുന്നത് നമുക്ക് കേൾക്കാം. സൈഡിൽ സർവീസ് റോഡുണ്ട്. ഈ സർവീസ് റോഡിൽ നിന്ന് ഈ ഹൈവേയിലേക്ക് കയറുവാനും ഇറങ്ങുവാനും എക്സിറ്റും എൻട്രിയും പോയിന്റും. ഈ എക്സിറ്റും എൻട്രിയും വണ്ടി വാഹനം കയറുന്നതും ഇറങ്ങുന്നതും ഹസാഡസ് മാർക്കിംഗ് ഉണ്ട്. ഈ മാർക്കിങ്ങിൽ മറ്റ് വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ പാടില്ല. അത് വളരെ അപകടമുണ്ടാകും. നമ്മളിപ്പം ഹൈവേ എന്ന് വാഹനം ഇറങ്ങുന്ന സ്ഥലത്ത് നിന്ന് എൻട്രിയിലേക്ക് വാഹനം സർവീസ് റോഡിൽ നിന്ന് കയറാൻ പാടില്ല. അതും അപകടങ്ങളുണ്ടാകും. ഫസ്റ്റ് ലൈനിൽ വേഗത കുറഞ്ഞ വാഹനവും ഹെവി വാഹനങ്ങളുമാണ് ഓടിക്കേണ്ടത്. 2ാമത്തെ ലൈൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ലൈനിൽ കൂടി പോകുന്ന വാഹനത്തെ മറികടക്കുവാനും വേഗത കൂടിയ കാറ്, ബസ് അങ്ങനത്തെ വാഹനങ്ങൾ ഓടിക്കുവാനാണ് 2ാമത്തെ ലൈൻ. 3ാമത്തെ ലൈൻ എന്ന് പറയുന്നത് സ്പീഡ് ട്രാക്കാണ്. അതായത് എമർജൻസി വാഹനങ്ങൾക്കാണ് മോസ്റ്റ് ഓഫ് പ്രിഫറൻസ് കൊടുക്കുന്നത്. ആംബുലൻസ്, ഫയർഫോഴ്സ് അങ്ങനത്തെ വാഹനങ്ങൾ. ആറുവരിപ്പാത പൂർത്തിയാവുന്നതോടുകൂടി തന്നെ യു ടേണുകൾ ഉണ്ടാവില്ല. അതേസമയത്ത് ഈ പാതയിലേക്ക് പ്രവേശിക്കുന്നതിനും പുറത്തേക്ക് പോകുന്നതിനും എൻട്രി പോയിന്റും എക്സിറ്റ് പോയിന്റുകളും ഉണ്ടാവും. അവിടങ്ങളിൽ മാത്രമേ വാഹനങ്ങൾക്ക് അകത്തേക്കോ പുറത്തേക്കോ കടക്കാൻ കഴിയൂ. റോഡുകൾ വീതി കൂട്ടി അന്തർദേശീയ നിലവാരത്തിൽ നിർമ്മിച്ചിരിക്കുന്നത് കുതിച്ചു പായാൻ വേണ്ടി മാത്രമല്ല, സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടി കൂടിയാണ്. ലെയിൻ ട്രാഫിക്കും മറ്റ് ട്രാഫിക് നിയമങ്ങൾ കൂടി പാലിച്ചു വേണം അത് ഉറപ്പുവരുത്താൻ. ഇതിലേക്ക് ഓരോരുത്തരും കടന്നു വരികയും വേണ്ടതുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ AK അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.